ജമാഅത്തെ ഇസ്ലാമിയെ അധിക്ഷേപിക്കാൻ വേണ്ടി പറഞ്ഞതാണ് അവർ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ ആളുകളാണ് എന്ന്. ലോകത്തെങ്ങുള്ള മുസ്ലിങ്ങൾ അഭിമാനത്തോടെ ഓർക്കുന്നതാണ് മദീന റിപ്പബ്ലിക് അഥവാ ഇസ്ലാമിക റിപ്പബ്ലിക്. അത് ശത്രുക്കളെ വിളിക്കാനുള്ള തെറിയല്ല. ഗോത്ര മഹിമ പറഞ്ഞ് തമ്മിൽ തല്ലി മരിച്ചുകൊണ്ടിരുന്ന ആളുകളെ ഒന്നിച്ചുകൂട്ടിയാണ് മദീനയിൽ ഒരു രാഷ്ട്രം സ്ഥാപിക്കുന്നത്. പ്രവാചകൻ ആദ്യം ചെയ്തത് ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയായിരുന്നു, ഒരു ഭരണഘടന ഉണ്ടാക്കുകയായിരുന്നു. മദീന കരാർ എന്ന പേരിൽ, മദീന അക്കോഡ് എന്ന പേരിൽ അത് ലോക പ്രശസ്തമാണ്. ഇസ്ലാമിക റിപ്പബ്ലിക്കിനെ ഒരു അധിക്ഷേപ വാക്കായി ഉപയോഗിച്ച ആളുകൾക്ക് കൂടി മനസ്സിലാക്കുന്ന വിധം നമുക്ക് എന്താണ് ആ മദീന അക്കോഡ് എന്ന് ഒന്ന് പരിശോധിക്കാം. ഇന്നത്തെ ഒരു ആധുനിക രാഷ്ട്രത്തിന് പോലും മാതൃകയാക്കാൻ കഴിയുന്നതായിരുന്നു ആ കരാർ. ഞാൻ എൻ്റെതായി അഭിപ്രായം പറയുന്നില്ല. നമുക്ക് ഒരു AI ടൂൾ ഉപയോഗിക്കാം. കമ്പ്യൂട്ടറും ഇൻ്റർനെറ്റും AIയും വരുന്നതോടെ ഇസ്ലാമിൻ്റെ കഥ കഴിയും എന്ന് പറഞ്ഞ ആളുകൾക്ക് കൂടി ബോധ്യപ്പെടും വിധം അവർ കൂടി അംഗീകരിക്കുന്ന ഒരു AI ടൂൾ ഉപയോഗിച്ച് നമുക്ക് എന്താണ് മദീന അക്കോഡ് എന്ന് പരിശോധിക്കാം. ഉടമ്പടി ആരാണ് അത് തയ്യാറാക്കിയത്? മദീന ഉടമ്പടി പ്രവാചകൻ മുഹമ്മദ് നബി മുൻകൈയെടുത്ത് തയ്യാറാക്കിയതാണ്. ഇതൊരു തരം ഭരണഘടനയായിരുന്നു. മദീനയിലെ വിവിധ ഗോത്രങ്ങൾക്കും മതവിഭാഗങ്ങൾക്കും ഇടയിൽ ഒരുമയും സമാധാനവും ഉറപ്പാക്കുകയായിരുന്നു ഇതിന്റെ ലക്ഷ്യം. ആരൊക്കെയാണ് ആ ഉടമ്പടിയിലെ കക്ഷികൾ? എന്തായിരുന്നു ആ ഉടമ്പടിയുടെ ലക്ഷ്യം, വ്യവസ്ഥകൾ? ഈ ഉടമ്പടി പ്രകാരം എല്ലാ വിഭാഗക്കാർക്കും മതസ്വാതന്ത്ര്യം ഉറപ്പു നൽകി. ജൂതന്മാരും ക്രിസ്ത്യാനികളും ഉൾപ്പെടെയുള്ളവർക്ക് അവരവരുടെ നിയമങ്ങളും ആചാരങ്ങളും പിന്തുടരാൻ സാധിച്ചു. കൂടാതെ എല്ലാവരും ഒരൊറ്റ സമൂഹമായി കണക്കാക്കപ്പെടുകയും സമൂഹത്തിന്റെ പ്രതിരോധത്തിലും നീതി നിർവഹണത്തിലും പങ്കാളികളാകുകയും ചെയ്തു. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടോ? അതെ, കൂടുതൽ അറിയണമെന്നുണ്ട്. പറയൂ വിശദമായി. ഉടമ്പടിയിലെ പ്രധാന വ്യവസ്ഥകളിലൊന്ന് മദീനയെ ഒരു ഏകീകൃത സമൂഹമായി കാണുക എന്നതായിരുന്നു. ഇതിൽ മുസ്ലിങ്ങൾ, ജൂതന്മാർ, മറ്റു വിഭാഗക്കാർ എല്ലാവരും ഉൾപ്പെടുന്നു. അവർക്ക് അവരവരുടെ മതപരമായ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. എന്നാൽ സമൂഹത്തിന്റെ പൊതുവായ നിയമങ്ങൾ എല്ലാവർക്കും ബാധകമായിരുന്നു. കൂടാതെ ഏതെങ്കിലും ബാഹ്യഭീഷണി നേരിട്ടാൽ എല്ലാവരും ഒരുമിച്ച് പ്രതിരോധിക്കണമെന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. കൂടുതൽ എന്തെങ്കിലും അറിയാനാണോ? ഈ ഉടമ്പടിക്ക് കാലാവധിയുണ്ടോ? എത്ര കാലം അത് നീണ്ടുനിന്നു? ഈ ഉടമ്പടിക്ക് ഒരു നിശ്ചിത കാലയളവ് ഉണ്ടായിരുന്നതായി ചരിത്രത്തിൽ പറയുന്നില്ല. മദീനയിലെ ആദ്യകാല സമൂഹത്തിൽ സമാധാനവും സഹവർത്തിത്വവും ഉറപ്പാക്കുകയായിരുന്നു ലക്ഷ്യം. കൂടുതൽ അറിയണമെന്നുണ്ടോ? ഈ ഉടമ്പടിയിൽ മുസ്ലിങ്ങൾ അല്ലാത്തവരുടെ അവകാശങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? മദീന ഉടമ്പടി വളരെ വ്യക്തമായി പ്രസ്താവിച്ചു മുസ്ലിങ്ങൾ അല്ലാത്തവർക്ക് അവരുടെ മതം പിന്തുടരാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവർക്ക് അവരുടേതായ നിയമങ്ങൾ പാലിക്കാനും അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാനുമുള്ള അവകാശം നൽകി. സമൂഹത്തിന്റെ പൊതുവായ നിയമങ്ങൾക്കും പ്രതിരോധത്തിനും കീഴിൽ അവരും ഒരൊറ്റ സമൂഹത്തിന്റെ ഭാഗമായിരുന്നു. ഇതിൽ എന്തെങ്കിലും പ്രത്യേകത അറിയാനുണ്ടോ? മനുഷ്യൻ അവൻ അറിയാത്തതിന്റെ ശത്രു ആണ് എന്ന് പറയുന്നത് എത്രയോ വലിയ സത്യമാണ്.